ഉപ്പില്ലാത്ത കറിയില്ല, ചുക്കില്ലാത്ത കഷായവുമില്ല. കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചൊല്ലാണിത്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന് സമാനമായ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷെ ഉപ്പാണോ ചുക്കാണോ എന്നത് നാം തന്നെ വിലയിരുത്തണം. അസാധാരണമായ മെയ്വഴക്കമുള്ള ഒരു വ്യക്തിയാണെന്നതാണ് പ്രധാനമായ ക്ലൂ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമോ സ്ഥാനമാനങ്ങളോ ഇല്ല. പക്ഷെ മുഖ്യ സൗഹൃദങ്ങൾ രാഷ്ട്രീയത്തിലാണ് താനും. പുറമെ അറിയപ്പെടുന്ന എന്തെങ്കിലും വ്യവസായങ്ങളുണ്ടോ ഇദ്ദേഹത്തിനെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ നല്ലൊരു കച്ചവടക്കാരനാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം. പക്ഷെ ഏത് മണ്ണിലും കൃഷി ഇറക്കാനും അതനുസരിച്ച് ലാഭമുണ്ടാക്കാനും അറിയാം ഇദ്ദേഹത്തിന്. കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തനമില്ലെങ്കിലും നല്ലൊരു ഉത്സവ നടത്തിപ്പുകാരനാണ്. ജനനം ഏഷ്യയിലാണോ എന്ന് ചോദിച്ചാൽ അത്ര വരെ പോകേണ്ട. കൊച്ചു കേരളത്തിൽ വള്ളംകളിയുടെ നാട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ വരവ്. GS പ്രദീപിന്റെ അശ്വമേധത്തിലേതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ പറഞ്ഞും അങ്ങനെ അങ്ങ് പോകേണ്ട വ്യക്തിയല്ല ഇയാൾ. സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആള് കുമ്പിടിയാണ്. ഒരേ സമയം കൊച്ചിയിലും ഡൽഹിയിലും തിരുവനന്തപുരത്തും മഹാരാഷ്ട്രയിലും ഒക്കെ കാണാം ഇദ്ദേഹത്തെ. ഇനിയും ആളെ പിടികിട്ടിയില്ലെങ്കിൽ നന്ദകുമാര ഹരേഹര എന്ന ഭക്തിഗാനം പാടി ചൊല്ലിടുക. പുന്നപ്ര വയലാറിന്റെ വീരപുത്രൻ മുതൽ കമ്മ്യൂണിസ്റ്റ് ചിറ്റപ്പൻ വരെയുള്ളവരുമായി നല്ല സൗഹൃദത്തിലാണ് ഇദ്ദേഹം. കേരളത്തിന്റെ ഝാൻസി റാണിയുടെ ശോഭയും വടക്കേന്ത്യയിലെ ആധ്യാത്മിക വര്യന്മാരുടെ തേജസ്സും ഇദ്ദേഹത്തിന് പരിചിതം തന്നെ. ദേവലോകത്ത് ചെന്നുകയറിയാൽ പോലും സാമാന്യം തിരക്കേടില്ലാത്ത ലക്ഷണമൊത്ത കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അസാധാരണമായ വൈഭവമുണ്ട് ഇയാൾക്ക്. രാഷ്ട്രീയത്തിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴോ അസ്വാരസ്യം അനിവാര്യമാകുമ്പോഴോ ശസ്ത്ര സംസ്കാര ആവശ്യങ്ങൾക്കോ ഏത് നട്ടപ്പാതിരയ്ക്കും ആശ്രയിക്കാവുന്ന ഒന്നാന്തര പിടിവള്ളിയാണ് ഇയാൾ. തൽക്കാലം അദ്ദേഹത്തെ നമുക്ക് അഭിനവ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാം. ലൈഫ് ബോയ് സോപ്പിന്റെ പഴയ പരസ്യം പോലെയാണ് ഇവിടെ ഈ അഭിനവ ചാണക്യൻ. എവിടെ ഇയാൾ എത്തുന്നോ അവിടെ കുത്തിത്തിരിപ്പുണ്ട്. ഈ സ്വഭാവസ്ഥിതിയുള്ളതിനാൽ രാഷ്ട്രീയത്തിൽ കുതികാൽ വെട്ട് വിദഗ്ധന്മാർക്ക് ഇദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. പുന്നപ്ര വയലാറിന്റെ വീരനായകൻ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വരത്തുപോക്കുണ്ടായിരുന്നു. ഫലമോ കേരളത്തിന്റെ സുപ്രധാനമായ പല വിവരങ്ങളും റിലയൻസ് മുതലാളിയുടെ കക്ഷത്തിലുമായി. പക്ഷെ അക്കാര്യത്തിൽ നമ്മുടെ ദിമാറ മരമന്നൻ വേറിട്ട നിലപാടാണ് എടുത്തത്. ഈ അഭിനവ ചാണക്യനെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. കോർപ്പറേറ്റുകളുടെ ഇടപാടുകൾക്ക് വേണ്ടി ഇടനിലക്കാരനാവുക, ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയക്കാർക്ക് രഹസ്യ ഇടപാടുകൾക്ക് വേണ്ട ഒത്താശ ചെയ്യുക തുടങ്ങി അല്ലറ ചില്ലറ പണികളെടുത്ത് ജീവിക്കുകയാണ് ഇപ്പോൾ ഈ അഭിനവ ചാണക്യൻ. കമ്മ്യൂണിസ്റ്റ് ചിറ്റപ്പനുമായി ഈ അഭിനവ ചാണക്യൻ നടത്തിയ ചില്ലറ ഇടപാടുകളാണ് ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത്. സാമാന്യം വലിയ തടിയും ചൂരത്തുമ്പ് തിരിച്ചു പിടിച്ച പോലെയുള്ള മീശയും വായ് തുറന്നാൽ അനർഗളം ബഹിർഗമിക്കുന്ന വങ്കത്തരങ്ങളും ഒക്കെയുള്ള ചിറ്റപ്പന് ഒരു സുപ്രഭാതത്തിൽ വല്ലാത്തൊരു പൂതി. തന്റെ നിലപാടിന്റെ തറ ഒന്ന് മാറ്റണമെന്ന്. ഇപ്പോൾ നിൽക്കുന്നിടത്ത് വേണ്ടത്ര ഗരിമ കിട്ടുന്നില്ല. താൻ മാവിൽ കയറി തുടങ്ങുന്ന കാലത്ത് മാങ്ങാപ്പിഞ്ച് പോലും കണ്ടിട്ടില്ലാത്ത പിള്ളേർ സെറ്റിനെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ ദിമാറ മരമന്നൻ ഏൽപ്പിക്കുന്നത്. ചിറ്റപ്പൻ ഇതൊക്കെ സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അങ്ങനെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നിലപാട് തറയുള്ള പാർട്ടിയുടെ അകത്തളത്തിലേക്ക് വലതുകാൽ വയ്ക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. ചിറ്റപ്പൻ മനസ്സിൽ കണ്ടത് അഭിനവ ചാണക്യൻ മാനത്തു കണ്ടു. ഉടൻ തന്നെ പാഞ്ഞെത്തി സന്ധി സംഭാഷണങ്ങളും തുടങ്ങി. കേരള ഝാൻസിയുടെ തിരുസ്വരൂപത്തെ സാക്ഷിയായി നിർത്തിയായിരുന്നു ചർച്ചകളെല്ലാം. ഒരിക്കൽ ചിറ്റപ്പൻ തന്റെ മകന്റെ വീട്ടിൽ പേരക്കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ സേമിയ പായസം രുചിച്ച് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പടിഞ്ഞാറൻ കാറ്റിന്റെ തണുപ്പിൽ വിശ്രമിക്കുമ്പോഴാണ് ഈ അഭിനവ ചാണക്യനും കോട്ടും സ്യൂട്ടും കഴുത്തിലെ ചുറ്റിക്കെട്ടുമുള്ള ഒരാളും എത്തുന്നത്. അവർ എന്തിനു വന്നെന്നോ ആരെന്നോ ഒന്നും നോക്കിയില്ല. മകനോട് ചിറ്റപ്പൻ പറഞ്ഞു അതിഥികൾക്കും പായസം കൊടുക്കാൻ. പാവം പായസം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അഭിനവ ചാണക്യനോടും കൂടെ വന്ന സൂട്ടിട്ട കൂട്ടുകാരനോടും ബൈ പറഞ്ഞ് ചിറ്റപ്പൻ സ്ഥലം വിട്ടു. ഇതൊരു ഫ്ലാഷ് ബാക്ക് മാത്രമാണ്. ഈ സംഭവമാണ് ഇപ്പോൾ ചിറ്റപ്പനെതിരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. കേരള ഝാൻസി റാണിയാണ് മഹാസംഭവമായി പൊതുമധ്യത്തിൽ ഇക്കാര്യം വിളമ്പിയത്. കൂടിരുന്ന് കൂകിയിട്ട് ഒച്ച തന്റേതല്ലെന്ന ന്യായം പറയുന്നവരുടെ കാലമാണല്ലോ ഇത്. ഇതുവരെ ഒപ്പം നിന്ന അഭിനവ ചാണക്യനും കേരള ഝാൻസിക്കൊപ്പം കൂടി. എല്ലാവരും കൂടി ചിറ്റപ്പനെ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പലരും സ്വപ്നം കണ്ടു. ചിറ്റപ്പൻ ആട്ടുകെട്ടിലിൽ കിടന്ന് എന്ത് സുഖമാണ് രാവ് എന്ന മൂളിപ്പാട്ട് പാടി സൂര്യമായി ഉറങ്ങുന്നത് ചില തൽപര കക്ഷികൾ ഭാവനയിൽ കണ്ടു. കറുത്തവാവ് നോക്കി ഇല്ലാത്ത പത്തി ഉണ്ടെന്ന് കാട്ടാൻ വെറുതെ ആടിത്തിമിറക്കുന്ന നീർക്കോലികൾ സജീവമായി രംഗത്തും വന്നു. പക്ഷെ ഇതെല്ലാം വെറും ഭാവനകൾ മാത്രമായി. ചിറ്റപ്പനെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു അഗ്നികുണ്ഡത്തിൽ ശുദ്ധി വരുത്താൻ ഇരട്ടച്ചങ്ക് ബ്രോയും താന്ത്രിക ശിഷ്യന്മാരും തീരുമാനമെടുത്തു. അങ്ങനെ കളങ്കരഹിതനായി ചിറ്റപ്പൻ വീണ്ടും ഇൻഡിഗോ ചിറകുകളില്ലാതെ പറന്നിറങ്ങി. മനുഷ്യനല്ലേ, ചില പിഴവുകൾ വരില്ലേ, തിരുത്തിപ്പോവുകയല്ലേ ബുദ്ധി എന്നെല്ലാം ചിറ്റപ്പൻ ചിന്തിച്ചു തുടങ്ങി. കാര്യം ശരിയുമാണ്. അതോടെയെല്ലാം കോംപ്ലിമെന്റ് ആയി. ഇവിടെയാണ് ഒരു സംശയം ഉയരുന്നത്. കമ്മ്യൂണിസ്റ്റ് ചിറ്റപ്പന് ബന്ധങ്ങൾ എവിടെയെല്ലാമാണ്? സ്വന്തക്കാർ ആരൊക്കെയാണ്? മേലിലും ഇത്തരത്തിലുള്ള അഭിനവ ചാണക്യന്മാരുടെ പോക്കുവരവ് ഉണ്ടാകുമോ? അന്നും ഈ തരത്തിൽ രക്ഷിക്കാൻ ആളുണ്ടാകുമോ? കൊല്ലാനും ചാവാനും തലയിൽ തോർത്തും ചുറ്റി ഇറങ്ങി തിരിച്ചിരിക്കുന്ന
കൂറ് സ്വന്തം പ്രസ്ഥാനത്തോട് മാത്രമായിരുന്ന ഒരു പറ്റം മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വിളിച്ച മുദ്രാവാക്യങ്ങളും അവർ കിടന്ന ജയിലറുകളും അവർ സഹിച്ച ത്യാഗങ്ങളും പ്രസ്ഥാനങ്ങൾക്കുണ്ടാക്കിയ വളക്കൂറ് ചില്ലറയല്ല. അതിന്റെ സത്ത ആകെ ഊറ്റിയെടുത്ത് സ്വയം കൊഴുത്ത് അലക്കിത്തേച്ച് പഴയ തമ്പ്രാന്മാർ ആകാൻ ഉദ്ദേശിക്കുന്നവർ ഒന്നോർക്കണം, ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ പശപ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന്.